ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കുറ്റങ്ങൾ ഏറ്റുപറയുക. തെറ്റ് ചെയ്യുക മനുഷ്യൻ്റെ ഒരു ദൗർബല്യമാണ്. എന്നാൽ തെറ്റുകളെപ്പറ്റി ബോധവാന്മാരാവുകയും പശ്ചാത്തപിക്കുകയും അവ ആവർത്തിക്കുകയില്ല എന്ന് തീരുമാനമെടുക്കുകയും ചെയ്യുന്നവർ മഹത്വമുള്ള വ്യക്തികളാണ്. തെറ്റുകൾ സമ്മതിക്കുന്നത് ഒരിക്കലും ഒരു അപമാനമായി കരുതേണ്ടതില്ല. തെറ്റുകൾ ആവർത്തിക്കുന്നതാണ് തെറ്റ്. തെറ്റുകൾ ഏറ്റുപറയുന്നത് കൊണ്ട് മനസമാധാനം കിട്ടുകയും ചെയ്യുന്നു. ഇങ്ങനെയുണ്ടാകുന്ന മാനസിക വ്യതിയാനം ഒരു വ്യക്തിക്ക് നന്മയിലേക്ക് നയിക്കുന്നു. ചിലരുടെ ധാരണ അവർ ഒരിക്കലും ശരിയല്ലാത്തത് ചെയ്യില്ല എന്നാണ്. അവരുടെ ചെയ്തികൾ വിമർശിക്കപ്പെടാൻ പാടില്ല. ഇതൊരു മിഥ്യാഭിമാനമാണ്. മറ്റു ചിലർ തെറ്റ് ചെയ്തിട്ട് സമ്മതിക്കുകയാണെങ്കിൽ അവർ മോശക്കാരാകുമെന്ന് ചിന്തിക്കുന്നു. വേറൊരു കൂട്ടർ മനഃപൂർവ്വം ഒരു ഉദ്ദേശത്തോടെ തെറ്റ് ചെയ്യുന്നു. ചിലർ കണ്ടുപിടിക്കപ്പെട്ടാൽ മാത്രം കുറ്റം സമ്മതിക്കുന്നു. വേറെ ചിലർ ഭീഷണിയുടെ സമ്മർദ്ദത്താൽ കുറ്റം ഏറ്റുപറയുന്നു. ഏതായാലും കുറ്റം സ്വയം ഏറ്റുപറയുന്നതാണ് ഏറ്റവും നല്ലത്. കുറ്റങ്ങൾ സമ്മതിക്കുന്നതോടൊപ്പം അവ മൂലം അന്യർക്കുണ്ടാവുന്ന മാനസികവും ഭൗതികവുമായ നഷ്ടം എന്തെന്ന് ചിന്തിക്കേണ്ടതും കൂടെയാണ്. മാനസിക ആഘാതത്തിന് ക്ഷമാപണവും ഭൗതിക നഷ്ടത്തിന് പരിഹാരവും ചെയ്യേണ്ടതാണ്. ഒരു ചൂല് അഴുക്കുകൾ തൂത്തുമാറ്റി ഉപരിതലം മുമ്പത്തേക്കാളും വൃത്തിയാക്കുന്നത് പോലെയാണ് തെറ്റ് ഏറ്റുപറയുന്നത്. തെറ്റുകൾ ചെയ്യുന്നത് മനുഷ്യരാണ്. എന്നാൽ ചെയ്തുപോയ തെറ്റിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കുകയും അതിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ട് ആവർത്തിക്കയില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നതാണ് മാന്യമായ നടപടി. തെറ്റുകൾ നമ്മെ നിരാശരാക്കും, പരാജയബോധമുള്ളവരാക്കും.